പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഞാൻ വരുന്ന ദിവസങ്ങൾ എടുത്തു കാണിക്കാം. UN എടുത്ത തീരുമാനം, UN സെക്യൂരിറ്റി കൗൺസിലിൽ ബാരക് ഒബാമ അവിടെ പ്രസിഡൻസി മാറുന്ന ആ മാസം അദ്ദേഹം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം. UN സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക വീറ്റോ ചെയ്യാതെ യഹൂദന് വിരോധമായി ഒരു പ്രബന്ധം പാസ്സാക്കിയെടുത്തു. എന്താണ് ആ പ്രബന്ധം? ആ പ്രബന്ധം 67 ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കണം. നമ്മൾ ഓർക്കണം, വെസ്റ്റ് ബാങ്ക്, ഗാസ സ്ട്രിപ്പ്, ഗോളൻ ഹൈറ്റ്സ് ഒക്കെ വിട്ടുകൊടുക്കണം. ആ പ്രബന്ധം പാസ്സാക്കിയിട്ട് കഴിഞ്ഞ ഉടനെ ദൈവം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇസ്രായേലിന്റെ അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കി മാറ്റി. അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിചയമില്ല, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നു ഒരു വലിയ ഉദ്ദേശത്തോടായിരുന്നു. നമുക്കറിയാം, ചരിത്രം പോയത് നമുക്കറിയാം. യഹൂദനോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ മനോഭാവം, അതോടുള്ള ബന്ധത്തിൽ സംഭവിച്ചത് ഞാൻ ഓർപ്പിക്കട്ടെ. ആ UN സെക്യൂരിറ്റി കൗൺസിലിൽ ആലോചന അത് സാധിപ്പിക്കുവാൻ പിന്നെ നടക്കേണ്ടത് UN തീരുമാനമെടുക്കണം ആർമിയെ വിടാൻ. അതിന് സമയമായില്ല. ഇന്ന് ഗാസയുടെ ഈ നടന്ന യുദ്ധം കഴിഞ്ഞപ്പോൾ ആഗോളമായി നോക്കുക, ലോകത്തിന്റെ എത്ര കോണുകളിലാണ് യഹൂദന് വിരോധമായി. കേരളത്തിൽ, ഈ ഇന്ത്യയുടെ ഈ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ എത്ര ജാഥകളും എത്ര മീറ്റിങ്ങുകളും ഇവർക്കെതിരായിട്ട് നടന്നു. ഞാൻ ഓർപ്പിച്ചു വന്നത് വൺ ഓഫ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്. നോക്കുക, ഇവരൊക്കെ പറയുന്നത് യഹൂദൻ വന്ന് പലസ്തീനികളുടെ സ്ഥലം കരസ്ഥമാക്കി അവരത് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ മനുഷ്യന്റെ ആലോചന എന്ത്, ദൈവത്തിന്റെ ആലോചന എന്തെന്ന് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കണം. ഞാൻ ഈ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 47 പ്രാവശ്യം 47 ടൈംസ് ദൈവം സത്യം ചെയ്തിരിക്കുകയാണ്, ഈ ദേശം നിങ്ങൾക്കുള്ളതാണ്. എന്തിനാ ഈ 47 പ്രാവശ്യം ബൈബിളിൽ അത് പറഞ്ഞത്? 47 ടൈംസ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം സ്വർഗത്തിലെ ദൈവത്തിനറിയാം മാനുഷികമായി ആലോചനകൾ മുഴുവൻ യഹൂദന് വിരോധമായി വരികയും അവരെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ അവരുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല ആഗോളമായും സംഘടിതമായും അവർക്കെതിരായി ഈ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, കർത്താവ് പറഞ്ഞത് എന്റെ ആലോചന നിവൃത്തിയാകും. അമേരിക്കയെ ദൈവം അനുഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? കേരളത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. കേരളത്തെ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട സംസ്ഥാനമാണ്. ഇവിടുത്തെ ഹെൽത്ത് സ്റ്റാൻഡേർഡ് ഇവിടെ സർവേ നടത്തി പറഞ്ഞു, ഇറ്റ് ഈസ് ഈക്വൽ ടു യൂറോപ്പ്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ, ഇവിടുത്തെ ജീവിത രീതികളൊക്കെ അമേരിക്ക ജീവിക്കുന്നതിനെക്കാട്ടി ഭംഗിയായിട്ടാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത്. ക്ഷമിക്കണേ പറയുമ്പോൾ, യെസ്, ലൈഫ് ഈസ് മച്ച് ബെറ്റർ ഹിയർ. ഇവിടെ മറ്റു ചില രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടതേ ഉള്ളൂ. എന്നാൽ ഞാൻ ഓർപ്പിച്ചോട്ടെ, എന്താണ് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടത്, എന്താണ് അമേരിക്ക അനുഗ്രഹിക്കപ്പെട്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ സ്പാനിഷ് എംപയർ എവിടെ, ബ്രിട്ടീഷ് എംപയർ എവിടെ, ഈ സാമ്രാജ്യങ്ങൾ എവിടെ പോയി? എന്താ കാരണം? ഉൽപ്പത്തി 12 വരുമ്പോൾ പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ഞാൻ പറയട്ടെ, ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം യഹൂദന് വിരോധമായി നിയമങ്ങൾ പാസാക്കി. അവന് കുടിയേറ്റത്തിന് അവർ തടസ്സം നിന്നു. അറബികളെ പ്രീതിപ്പെടുത്താൻ അവൻ ആലോചനകൾ നടത്തി. ആ സാമ്രാജ്യം അവിടെ അസ്തമിച്ചു. അന്ന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇവരുടെ കാരണത്തിൽ ഇവർക്ക് വേണ്ടി പുറകിൽ നിന്നു, ഇന്നും നിൽക്കുന്നു. ഞാൻ പറയട്ടെ, ദൈവം അതുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചു. കേരളം, നിങ്ങളൊരു ഒരു നെറ്റിൽ കയറി നിങ്ങൾ ശ്രദ്ധിച്ചാൽ യഹൂദനെ ഉപദ്രവിക്കാത്തൊരു സ്ഥലമുണ്ടെങ്കിൽ ഇവിടമാണ്, ഈ ഇന്ത്യയാണ്, കേരളമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കൊച്ചി ചെന്നാല് അവിടുത്തെ സിനഗോഗിൽ ഒരു ചെമ്പ് തകിടിരിപ്പുണ്ട്. അവിടെ രാജാവ് അവർക്ക് കൊടുത്ത പ്രൊട്ടക്ഷൻ എഴുതിയതിരിപ്പുണ്ട്. ഇവിടെ താമസിക്കുന്നതിനും വ്യാപാരം ചെയ്യുന്നതിനും. അതുകൊണ്ടാണ് യഹൂദൻ ഇവിടെ മാള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിന്റെ അടുക്കല നമ്മുടെ കരുണാകരന്റെ നിയോജക മണ്ഡലം. നിങ്ങൾക്കറിയാമോ, അവിടെ നിന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗിച്ചത് എവിടെയാണെന്നറിയാമോ? യഹൂദന്റെ ശവകുടീരത്തിന്റെ അടുക്കൽ സ്റ്റേജ് കെട്ടി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആവേശം കൊണ്ട് ഞാൻ മതിമറന്ന് പ്രസംഗിച്ചു. എന്താ കാരണം എന്ന് പറയാം. ഈ മാള എന്ന വാക്ക് എബ്രായ വാക്കിൽ നിന്ന് വന്നതാ. മാ ഇല്ലാഹ, മൽഹക്ക് എന്ന് പറയുന്ന വാക്ക. എന്താ അതിന്റെ അർത്ഥം? എ പ്ലേസ് ഓഫ് റെഫ്യൂജ്, അഭയസ്ഥാനം. യഹൂദനെ ഉപദ്രവിക്കാത്ത സ്ഥലം, എ പ്ലേസ് ഓഫ് റെഫ്യൂജ്. ആ യഹൂദനെ ഉപദ്രവിക്കാത്ത സ്ഥലം, അവന് കൊടുത്ത അഭയസ്ഥാനം.
ദൈവം അനുഗ്രഹിച്ചു ഈ സ്ഥലത്തെ, ദൈവം അനുഗ്രഹിച്ചു അമേരിക്കയെ. ദൈവത്തിന്റെ കരം നിങ്ങൾക്കറിയാം. ഒരു റഷ്യക്കാരെ അവിടെ മില്യൺസ് ഓഫ് യഹൂദനെ കൊന്നൊടുക്കി. അവരെ ഭക്ഷണത്തിന് വേണ്ടി കരം നീട്ടി. നോക്കുക, ചരിത്രത്തിന്റെ പുറകിൽ ഒരു ദൈവമുണ്ട്. എന്റെ ആലോചന നടക്കും. മനുഷ്യരുടെ ആലോചനകൾ, രാഷ്ട്രങ്ങളുടെ ആലോചന അത് നിവർത്തിക്കപ്പെടില്ല എന്ന് പറഞ്ഞു. ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഇസ്രയേൽ ഇന്ന് ഏറ്റവും ഒരു കോൺട്രവേഴ്ഷ്യൽ നേഷനാണ്. നമ്മൾ ഓർത്താൽ അവരുടെ ഭൂപ്രദേശത്തോടുള്ള ബന്ധത്തിലാണ് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും തർക്കപരമായ അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആ വിഷയമാണ്. ഒരു മൂന്നാം ലോകമയുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമോ എന്ന് സംശയിക്കത്തക്കവണ്ണം അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയ സംഗതികൾ നമ്മളെ അത് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ അതുകൊണ്ട് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവജനം എന്ത് പറയുന്നു എന്നുള്ളത് സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഓർപ്പിച്ച പോലെ ഈ സ്ഥലം, അതായത് യഹൂദ രാഷ്ട്രം, ഇറ്റ് ഈസ് മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്. ഇന്നത്തെ നമുക്കറിയാം തുടർമാനമായ യുദ്ധങ്ങൾ. 48 അവർ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 8 മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധമുണ്ടായി. അതിന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വാർ എന്നാണ്. 56 യുദ്ധമുണ്ടായി, 67 6 ദിവസത്തെ യുദ്ധമുണ്ടായി, 73 യോം കിപ്പർ യുദ്ധമുണ്ടായി, 82 ലെബനോനിലെ യുദ്ധമുണ്ടായി, ഗാസ സ്ട്രിപ്പിൽ നിന്ന് പലപ്പോഴും ആക്രമണമുണ്ടായി, ഹെസ്ബുള്ളയുടെയും ഹമാസിന്റെയും എന്ന് പറയേണ്ട ലോകത്തില് അവരെ ആക്രമിക്കാനും നശിപ്പിക്കുവാനും അനേകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അവർ പിറന്നു വീണ നാള് തൊട്ട് അവരെ നശിപ്പിച്ച് കളയുവാൻ ആളുകൾ ശ്രമിക്കുന്നു. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ദിവസങ്ങളിൽ ഒരു ഭയങ്കര പ്രശ്നങ്ങളിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഗാസയിലെ ആ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ന്യൂസുകൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വളരെ ക്ലോസ് ആയിട്ട് ന്യൂസ് വാച്ച് ചെയ്യും. BBC ന്യൂസും മറ്റ് ന്യൂസുകളും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ അറിയാൻ വേണ്ടി. ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു. ഈ കേരളത്തിൽ മാത്രമല്ല, അമേരിക്കയുടെ തെരുവുകളിലും യൂറോപ്പിലും ഒക്കെ ഇസ്രായേലിന് വിരോധമായ അനേക ജാഥകൾ ആ സമയത്ത് നടന്നു. മനുഷ്യന്റെ മനസ്സ് നോക്കുക, ഒരുപാട് അവരോട് എതിർപ്പിലേക്ക് മാറ്റപ്പെടുന്നത് കാണാൻ കഴിഞ്ഞു. മാത്രമല്ല ഇവിടെയൊക്കെ മീറ്റിങ്ങുകൾ, ഈ കേരളത്തില് വലിയ പ്രൊഫസേഴ്സിന്റെ ഒക്കെ മീറ്റിങ്ങുകൾ നടന്നു. ചിലത് ഞാൻ ശ്രദ്ധിച്ചു. അവരൊക്കെ ഈ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ അവരെല്ലാം പറയുന്നത് യഹൂദന് വിരോധമായ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത് ആഗോളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളായി നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന് രാവിലെ ഇരുന്നപ്പോൾ ഓർത്തു, ദൈവഹിതം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ 1-2 വാക്യം ഒന്ന് വായിച്ച് പ്രാരംഭമായി ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 33 അതിന്റെ 10ഉം 11ഉം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവ ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. അടുത്തത്, യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായി നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അവിടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ജാതികളുടെ ആലോചന എന്ന് പറയുന്നത് രാഷ്ട്രങ്ങളുടെ ആലോചന. ജാതികൾ എന്ന് മലയാളത്തിൽ വന്നിരിക്കുന്നത് ഇംഗ്ലീഷിൽ നേഷൻസ് എന്നാണ്. രാഷ്ട്രങ്ങളുടെ ആലോചനകൾ വ്യർത്ഥമാണ്, അവരുടെ നിരൂപണങ്ങൾ നിഷ്ഫലമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്നു, യഹോവയുടെ ആലോചന ശാശ്വതമായി നടക്കും. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചോട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 10ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൻ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ആ വാക്ക് നോക്കുക, എന്റെ ആലോചന നിവൃത്തിയാകും. ജാതികളുടെ ആലോചനകളെ നിഷ്ഫലമാക്കുമ്പോൾ ദൈവം പറയുകയാണ്, എന്റെ ആലോചന നിഷ്ഫലമാകും. ഇന്ന് രാവിലെ ഞാൻ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തില് ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു മനുഷ്യൻ, ആ ഉപദേഷ്ടാവ് നോക്കുക, അന്ന് അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യ സഭയുടെ ആ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് അഭാഗം വിടുകയാണ്. ആ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിന്റെ അവസാനം, ഈ ആലോചനയോ പ്രസ്താവനയോ മാനുഷികമെന്ന് വരികയിൽ അത് നശിച്ചുപോകും, ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയില്ല. മാനുഷികാലോചനയാണോ അത് നശിച്ചു പോകും, ദൈവത്തിന്റെ ആലോചനയാണോ അത് നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നാം ആദ്യം വായിച്ച വാക്യത്തിൽ കണ്ടില്ലേ, യഹോവയുടെ ആലോചന നിവർത്തിക്കപ്പെടുമ്പോൾ ജാതികളുടെ ആലോചനകളെ നിഷ്ഫലമാക്കി കളയും. എന്റെ സഹോദരന്മാരെ, ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ അബ്രഹാമിനോട് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. 12-ാം അധ്യായത്തിൽ ആ ചരിത്രം ആരംഭിക്കുകയാണ്. അബ്രഹാം കനാന്റെ ദേശത്തെത്തി. ബാക്കി ഭാഗങ്ങൾ ഞാൻ വിടട്ടെ. ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിന്റെ സന്തതിക്കുള്ളതാണ്. അബ്രഹാം പറയുകയാണ്, എനിക്ക് മക്കളില്ല, എന്റെ ഭവനത്തിൽ ദാസനായിരിക്കുന്ന ഏലിയാസാർ, ഈ ദമ്മശേഖരനായ ഏലിയാസാർ ഇത് കരസ്ഥമാക്കും. ദൈവം പറഞ്ഞു, അല്ല, നിന്റെ ജഡത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന നിന്റെ അവകാശിയാകുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞു. ഞാൻ ഏതിനാൽ അത് അറിയും.
7-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 15:7. ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ ഞാൻ കൽദയ ദേശത്ത് നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. 8-ാം വാക്യം, കർത്താവായ യഹോവേ, ഞാൻ അതിനെ കൈവശമാക്കേണ്ടതിന് എനിക്ക് എന്തെന്തിനാൽ അറിയാമെന്ന് ചോദിച്ചു. ഇവിടെ വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വസ്തുത നാം ശ്രദ്ധിക്കണം. ദൈവം അതിന് മറുപടി പറഞ്ഞത് എന്താണ്? ദൈവം എന്താണ് മറുപടി പറഞ്ഞത്? ദൈവം പറഞ്ഞ മറുപടി ഞാൻ ഏതാനും മിനിറ്റിൽ അതൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. ദൈവം 5 കൂട്ടം യാഗവസ്തുക്കൾ എടുക്കാൻ പറഞ്ഞു, ഒറ്റ നടുവെ പിളർന്നു വെക്കാൻ പറഞ്ഞു. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ജെരമ്യാ പ്രവചനം 34:19 തൊട്ടുള്ള 18 തൊട്ട് 20 വരെയുള്ള വാക്യം വായിക്കണം. ജെരമ്യാവ് 16 തൊട്ടുള്ള വാക്യം വായിച്ചാൽ എന്താണെന്ന്, ഈ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് വെളിച്ചം കിട്ടുന്നു. എന്താ സംഭവിച്ചത്? ദൈവം യഹൂദനോട് ഒരു കാര്യം പറയുന്നുണ്ട്. കാളക്കുട്ടിയെ 2ആയി പിളർന്നു വെച്ച് അതിന്റെ നടുവിലൂടെ നടന്ന് എന്നോട് നിയമം ചെയ്തവരെ. ഞാൻ ആ വാക്യം വായിക്കാതെ പറഞ്ഞതാണ്. കാളക്കുട്ടിയെ 2ആയി പിളർന്നു വെച്ച് അതിന്റെ നടുവിലൂടെ നടന്ന് എന്നോട് നിയമം ചെയ്തവരെ. ദൈവം പറയുകയാണ്, ചോദിക്കുകയാണ്, അവരത് ദൈവത്തോട് നേർന്നത് നിവർത്തിച്ചില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കവനന്റ് എന്നാണ്. കവനന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇറോവക്കബിൾ കമ്മിറ്റ്മെന്റ്, ഒരിക്കലും മാറ്റുവാൻ കഴിയാത്ത ഒരു കമ്മിറ്റ്മെന്റ്. അതിന്റെ പേര് യഹൂദൻ കൊടുത്തിരിക്കുന്നത് രക്ത ഉടമ്പടി എന്നാണ്. ഒരു യഹൂദൻ മറ്റൊരു യഹൂദനോട് ഉടമ്പടി ചെയ്യുമ്പോൾ അത് മാറ്റമില്ലാത്ത ഉടമ്പടിയാണെങ്കിൽ ഈ വിധത്തിൽ ചെയ്യും. മൃഗത്തെ പിളർന്നു വെച്ചിട്ട് 2 പേരും അതിന്റെ നടുവിലൂടെ നടന്നു പോകും. അത് പിന്നീട് അവർക്ക് മരിച്ചാലും അത് ലംഘിക്കാൻ നിവൃത്തിയില്ല. ദാറ്റ് ഈസ് നോൺ എസ് എ ബ്ലഡ് കവനന്റ്. അതിന്റെ പേരാണ് രക്ത ഉടമ്പടി. ഇവിടെ ഒരു കാര്യം ഓർക്കണം. ഈ 15-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഈ മൃഗങ്ങളെ പിളർന്നു വെച്ചു, ഒന്നും സംഭവിക്കുന്നില്ല. 12-ാം വാക്യത്തിൽ വരുമ്പോൾ സൂര്യൻ അസ്തമിച്ചു, അന്ധതമസ് വന്നു. അബ്രഹാം നോക്കുക, അവന് ഭയം അവനെ ഗ്രിപ്പ് ചെയ്തു. അനങ്ങാതിരിക്കുകയാണ്. ആ ഇരുട്ടുള്ള സമയം റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അവയെ ആട്ടി കളയുകയാണ്. അബ്രഹാം തനിച്ചിരിക്കുമ്പോൾ അതിന്റെ 17-ാം വാക്യത്തിൽ സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള ആ പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ആ ഉടലുകളുടെ നടുവിലൂടെ കടന്നിട്ട് അവിടെ വായിക്കുന്നു, അന്ന് യഹോവ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. എന്താ ഉടമ്പടി? ദേശത്തോടുള്ള ഉടമ്പടിയാണ്, സ്ഥലത്തോടുള്ള ബന്ധത്തിൽ ഉടമ്പടിയാണ്. ഈ ഉടമ്പടി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്താണ്? ഞാൻ മുഴുവൻ വായിക്കാതെ ഓർപ്പിക്കട്ടെ. അവിടെ വായിക്കുന്നു 18-ാം വാക്യം, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദിയായ ഈ ദേശമൊക്കെയും നിനക്ക് തന്നിരിക്കുന്നു. തരാൻ പോകുന്നു എന്നല്ല, തന്നിരിക്കുന്നു. ആരാണിത് പറഞ്ഞത്? സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ കൊണ്ട് ഉടമ്പടി ചെയ്യിച്ചില്ല. അബ്രഹാം പരാജയപ്പെടും, അവന്റെ മക്കൾ പരാജയപ്പെടും, അവർക്ക് തോൽവികൾ സംഭവിക്കും. പക്ഷേ ഞാൻ ഉടമ്പടി ചെയ്തു. ഞാനാണ് ഈ രക്ത ഉടമ്പടി ചെയ്തത്. ആ ഉടമ്പടി ലംഘിപ്പാൻ ദൈവം മനുഷ്യനല്ല. ഈ ഉടമ്പടി എത്ര നാളത്തേക്ക് കൊടുത്തു? 17-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ ഉടമ്പടി അതിന്റെ 8-ാം വാക്യത്തിൽ ശാശ്വത അവകാശമായി, എറ്റേണൽ കവനന്റ്. This covenant is an eternal covenant made by the eternal God. നിത്യനായ ദൈവം രക്ത ഉടമ്പടിയിലൂടെ ആ പ്രദേശം, ഏതാണ് ആ പ്രദേശം? ഈജിപ്തിലൂടെ ഒഴുകുന്ന നദി മുതൽ ഇറാഖിലൂടെയും സിറിയയിലൂടെയും ഒഴുകുന്ന യൂഫ്രട്ടസ് നദി, ആ 2 നദികളുടെ ഇടയിലുള്ള സ്ഥലം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 5 അറബികളുടെ സ്ഥലമുണ്ട്. 5 അറബ് നേഷൻസ്. ലെബനോന്റെ പ്രദേശം, സിറിയയുടെ പ്രദേശം, ജോർദാന്റെ പ്രദേശം, ഈജിപ്തിന്റെ പ്രദേശം, ഇറാഖിന്റെ പ്രദേശം. 5 രാഷ്ട്രങ്ങളുടെ പ്രദേശമുണ്ട്. ഇന്ന് ഇസ്രായേൽ കൈവശമാക്കിയത് ഒരു ചെറിയ ഭാഗമാണ്. എ സ്മോൾ ലാൻഡ്. ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നതിന്റെ ചെറിയൊരു ഭാഗമാണ് അവര് കൈവശപ്പെടുത്തിയത്. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ആധുനിക രാഷ്ട്രീയത്തിലെ ഈ പ്രശ്നമുഖരിതമായ വിഷയത്തിന്റെ അടിത്തറ വിശ്വാസികൾ മനസ്സിലാക്കണം. എന്തിനാണ് ഇങ്ങനെ ദൈവം ചെയ്തിരിക്കുന്നത്? പറയാം. അതുകൂടെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ദിവസങ്ങളിലെ പ്രാധാന്യത മനസ്സിലാകുകയുള്ളൂ. ഒരു സത്യം ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് 300 പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് പുനരുദ്ധാനം പ്രാപിച്ച ആ ശ്രേഷ്ഠമേറിയ പ്രവചന നിവൃത്തികൾ കഴിഞ്ഞിട്ട് ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ പ്രവചന നിവൃത്തി എന്ന് പറയുന്നത് ഈ സംഭവമാണ്. യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശും പുനരുദ്ധാനവും നടന്ന ശേഷം ഈ ചരിത്രത്തിൽ, മാനവരാശിയുടെ ചരിത്രത്തിൽ നടന്നിരിക്കുന്ന പ്രവചന നിവൃത്തികളിൽ അതിപ്രധാനമായ സംഭവം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഈ കൂട്ടരെ വീണ്ടും ലോകത്തിന്റെ 4 കോണിൽ നിന്നും മടക്കിക്കൊണ്ടുവന്നതാണ്. ഞാന് അതിന്റെ പ്രാധാന്യത പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ. എന്നാൽ അത് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടെ പറയണം. അബ്രഹാം ആവർത്തിച്ച് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഈ ദേശം നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കുമുള്ളതാണ്. ഭയങ്കര ഒരു പ്രശ്നം വരുന്നു. അറബി ദേശക്കാര്, നമ്മളിപ്പോൾ ചിന്തിച്ച ലെബനോനും സിറിയയും ജോർഡനും ഇങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ടല്ലോ, അവരും ആരാണ്? അവരുടെ ഫോർഫാദേഴ്സ് ആരാണ്?
അബ്രഹാമിൽ നിന്ന് ജനിച്ചതാണ്. ഞാൻ അടുത്ത ദിവസം ദൈവം അനുവദിച്ചാൽ ആ ഭാഗം എടുത്തോളാം. നെക്സ്റ്റ് ഡേ നമ്മൾ ഓർക്കണം, അബ്രഹാമിന്റെ പുത്രനായ ഇസ്ഹാക്കിന് 2 മക്കളുണ്ടായി. അബ്രഹാമിന് തന്നെ ഈ ഇസ്ഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് ഹാഗറിൽ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മകനുണ്ടായി. വിശ്വാസികളെ നമ്മളോട് യാക്കോബിന് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ അന്നേരം പറയും 12 മക്കളുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇസ്മായിലിന് എത്ര മക്കളുണ്ട്? 25-ാം അധ്യായം എടുത്തേ, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം എടുത്തേ. അത് പലപ്പോഴും പറയാൻ മടിയാണ്, അത് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ യാക്കോബിന് 12 മക്കളുള്ളതുപോലെ ഇതും പ്രാധാന്യതയുണ്ട്. കാരണം ഇതും അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ചവരാണ്. 25-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം, സാറയുടെ മിസ്രയീമദാസി ഹാഗാർ അബ്രഹാമിനെ പ്രസവിച്ച മകനായ ഇസ്മായേലിന്റെ വംശപാരമ്പര്യം അവരുടെ വംശാവലി പ്രകാരം പേരുപേരായി ഇസ്മായേലിന്റെ പുത്രന്മാരുടെ പേരുകളാവിത്. മതി, പേര് വായിക്കണ്ട. ഇനിയും അതിന്റെ 16-ാം വാക്യം നോക്കട്ടെ. 12 പ്രഭുക്കന്മാരായ ഇസ്മായേലിന്റെ പുത്രന്മാർ അവരുടെ ഊരുകളിലും പാളയങ്ങളിലും വംശമായി ഇവരാകുന്നു. യെസ്, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇസ്മായിലിന് ഉണ്ടായി 12 മക്കള്. ഈ 12 മക്കളുടെ പേരുകൾ ഈ കേദാരി എന്നൊക്കെ പറയുന്നത് എത്ര പ്രാധാന്യതയുള്ളതാണ്. കേദാരിയ കൂടാരങ്ങൾ തിരുവചനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ പറഞ്ഞ പേരുകളുടെ മക്കളൊക്കെ ആരാണ്? അറബി ദേശത്തിന്റെ തലവന്മാരാണ്. അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ഈ ഇസ്മായേലിന്റെ സന്തതികൾ 12 പേരാണ്. ഇവിടെ കൊണ്ട് തീർന്നില്ല. 25-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം നോക്കാട്ടെ. സാറ മരിച്ച ശേഷം അബ്രഹാം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു, കെത്തുറ. അവൾക്ക് 6 മക്കളുണ്ടായി, 6 പുത്രന്മാർ. അവരുടെ പേരൂടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഇതിനോട് കൂടിയാൽ എത്രയായി? 6ഉം 12ഉം 18 മക്കളായി. യാക്കോബിന് ഒരു ഇരട്ട സഹോദരനുണ്ട്, യേശാവ് അറബി അല്ല, പക്ഷേ യേശാവ് അവന്റെ പിതാവിനോടും മാതാവിനോടുമുള്ള, മാത്രമല്ല അവന്റെ ഇരട്ട സഹോദരനുള്ള വൈരാഗ്യം മൂലം ഇസ്മായിലിന്റെ പുത്രിയെ വിവാഹം കഴിച്ച് അവനും അറബികളുടെ പാളയത്തിൽ ചെന്ന് കയറി. എത്ര പേരാ? 19 പേരെ അമേരിക്കയിലെ ഈ ദേശങ്ങളുടെ പട്ടിക എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ടെന്ന് പറയുന്നു, ടേബിൾ ഓഫ് നേഷൻസ്. അതിൽ അറബികൾ രാജ്യങ്ങൾ 19 എണ്ണമാണ്. ബൈബിളിൽ ശ്രദ്ധിച്ചാൽ 19 പൂർവ്വപിതാക്കന്മാർ അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം, ഈ അറബികൾ അവകാശപ്പെടുന്നു ഞങ്ങളുടെ സ്ഥലമാണിത്. ഞാൻ ഇസ്രയേലിൽ പലപ്പോഴും സന്ദർശിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് കണ്ട സങ്കടകരമായ കാഴ്ചകൾ, വേദപുസ്തകത്തിന്റെ പ്രാധാന്യം അർഹിക്കുന്ന ഹെബ്രോൻ, യെരിഹോ, ബേത്ലഹേം, ഇതൊക്കെ ആരുടെ കയ്യില? ഇന്ന് പലസ്തീനികൾ എന്ന് പറയുന്ന ആളുകളുടെ കയ്യില. നിങ്ങൾ വെസ്റ്റ് ബാങ്കിൽ കടന്നുപോയാൽ ആകെപ്പാടെ കൺഫ്യൂഷന്. വെസ്റ്റ് ബാങ്ക് ABC എന്ന് തിരിച്ചിരിക്കുക. A എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേൽ പട്ടാളമാണ് നിയന്ത്രിക്കുന്നത്. B എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ അവർ 2 കൂട്ടരും കൂടെ. C എന്ന് പറയുന്ന സ്ഥലത്ത് പലസ്തീൻ പോലീസാണ് നിയന്ത്രിക്കുക. ആകെപ്പാടെ ആ പ്രദേശം ഒരു ടോട്ടൽ കൺഫ്യൂഷൻ ഉള്ള ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, ഈ പ്രദേശം ഒരു ഭയങ്കര കോൺട്രവേഴ്സിയാണ്. പക്ഷെ ആരുടേതാണ് ഈ സ്ഥലം? ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം നോക്കിയാട്ടെ. 17-ാം അധ്യായം മറ്റു ഭാഗങ്ങളൊക്കെ ഞാൻ വിടുകയാ, സമയം എന്റെ മുന്നിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്. ആ 17-ാം അധ്യായത്തിന്റെ 7-8 വാക്യം അബ്രഹാമിനോട് ദൈവം പറയുകയാണ്. അബ്രഹാമിനോട് വായിച്ചോ. ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കാനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും. ഞാൻ അവിടെ അബ്രഹാമിനോട് പറഞ്ഞു, എറ്റേണൽ കവനന്റിൽ ഇത് നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. അബ്രഹാമിന്റെ പുത്രനാണ് ഇസ്മായിലും. എന്നാൽ സാറയിൽ ജനിച്ച ഇസ്ഹാഖ് 26-ാം അധ്യായം എടുത്താട്ടെ, ഉൽപ്പത്തി പുസ്തകം 26. ഇത് പ്രാധാന്യതയുള്ളതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. 26-ാം അധ്യായത്തിന്റെ 3-4 വാക്യം നോക്കിയാട്ടെ. ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രാഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ഇസ്ഹാക്കിനോട് പറയുകയാണ്, നിന്റെ പിതാവിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തത് നിന്നിൽ ഞാൻ നിവർത്തിക്കും. ഇനി വീണ്ടും പ്രശ്നം, ഇസ്ഹാക്കിന് 2 മക്കളുണ്ടായി, ഇരട്ട, യേശാവും യാക്കോബും. ആർക്കാണ് കൊടുത്തത്? 35-ാം അധ്യായം എടുത്താട്ടെ, ഉൽപ്പത്തി പുസ്തകം 35. കമ്പിവാചകം പോലെ മാത്രം ഞാൻ ഓരോ വാക്കുകൾ വായിച്ചു പോകാം. അവിടെ 9-ാം വാക്യത്തിൽ യാക്കോബിനോട് ദൈവം പറയുക, ഒറ്റ വാക്യം. 12-ാം വാക്യം വായിച്ചാട്ടെ. 12-ാം വാക്യം, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും, നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. എന്റെ സഹോദരന്മാരെ, God is specifying to whom he has given this land. ദൈവം അബ്രഹാമിന് വേണ്ടി സന്തതിക്കാൻ കൊടുത്തു. അബ്രഹാമിൽ പല മക്കൾ ജനിച്ചെങ്കിലും അബ്രഹാമിന്റെ പുത്രനായ ഇസാക്കിനോട് ആ നിയമം കർത്താവ് ആവർത്തിച്ചു. ഇസ്ഹാക്കിലൂടെ യേശാവും യാക്കോബും ഉണ്ടായി, പക്ഷേ യാക്കോബിനോട് അത് ആവർത്തിച്ചു. ഒരു വാക്യം കൂടെ വായിച്ചുകൂടാം. 105-ാം സങ്കീർത്തനം എടുത്താട്ടെ. 105-ാമത്തെ സങ്കീർത്തനം, Psalm 105.
105 സങ്കീർത്തനം അതിന്റെ 9 തൊട്ടുള്ള 8 തൊട്ടുള്ള വാക്യം ഒന്ന് വായിക്കാം. എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. അവൻ അടുത്ത ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യനിയമമായും നിയമിച്ചു. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്നരുളി ചെയ്തു. മതി. ഈ 3 പൂർവ്വ പിതാക്കന്മാരുടെ പേരുകൾ അവിടെയുണ്ട്. എന്താണെന്ന് ചോദിച്ചാട്ടെ, അബ്രഹാമിനോട് ദൈവം നിയമം ചെയ്തു, ഇസാക്കിനോട് സത്യം ചെയ്തു, യാക്കോബിനോട് ചട്ടം ചെയ്തു. എന്താണ്? നിത്യനിയമമാണ്. എന്താണ് നിയമം? കനാൻ ദേശം നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ വായിച്ചില്ലേ, എന്റെ ആലോചന നിവർത്തിക്കപ്പെടും. ദൈവം പറഞ്ഞ വാക്കാണ്, ജാതികളുടെ ആലോചന നിഷ്ഫലമാക്കും. യെസ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമെങ്കിലും ഈ ലോകത്തിലുള്ള ദൈവമക്കളെങ്കിലും അത് മനസ്സിലാക്കണം. ഞാൻ ഉറപ്പിക്കട്ടെ, അമേരിക്കയെ ദൈവം അനുഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? കേരളത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. കേരളത്തെ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട സംസ്ഥാനമാണ്. ഇവിടുത്തെ ഹെൽത്ത് സ്റ്റാൻഡേർഡ് ഇവിടെ സർവേ നടത്തി പറഞ്ഞു, ഇറ്റ് ഈസ് ഈക്വൽ ടു യൂറോപ്പ്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ, ഇവിടുത്തെ ജീവിത രീതികളൊക്കെ അമേരിക്ക ജീവിക്കുന്നതിനെക്കാട്ടും ഭംഗിയായിട്ടാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത്. ക്ഷമിക്കണേ പറയുമ്പോൾ, യെസ്, ലൈഫ് ഈസ് മച്ച് ബെറ്റർ ഹിയർ. ഇവിടെ മറ്റു ചില രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടതേ ഉള്ളൂ. എന്നാൽ ഞാൻ ഓർപ്പിച്ചോട്ടെ, എന്താണ് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടത്? എന്താണ് അമേരിക്ക അനുഗ്രഹിക്കപ്പെട്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ സ്പാനിഷ് എംപയർ എവിടെ? ബ്രിട്ടീഷ് എംപയർ എവിടെ? ഈ സാമ്രാജ്യങ്ങൾ എവിടെ പോയി? എന്താ കാരണം? ഉൽപ്പത്തി 12 വരുമ്പോൾ പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ഞാൻ പറയട്ടെ, ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം യഹൂദിന് വിരോധമായി നിയമങ്ങൾ പാസാക്കി. അവന് കുടിയേറ്റത്തിന് അവർ തടസ്സം നിന്നു. അറബികളെ പ്രീതിപ്പെടുത്താൻ അവൻ ആലോചനകൾ നടത്തി. ആ സാമ്രാജ്യം അവിടെ അസ്തമിച്ചു. അന്ന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇവരുടെ കാരണത്തിൽ ഇവർക്ക് വേണ്ടി പുറകിൽ നിന്നു, ഇന്നും നിൽക്കുന്നു. ഞാൻ പറയട്ടെ, ദൈവം അതുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചു. കേരളം, നിങ്ങളൊരു ഒരു നെറ്റിൽ കയറി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, യഹൂദനെ ഉപദ്രവിക്കാത്തൊരു സ്ഥലമുണ്ടെങ്കിൽ ഇവിടമാണ്, ഈ ഇന്ത്യയിലാണ്, കേരളമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കൊച്ചി ചെന്നാല് അവിടുത്തെ സിനഗോഗിൽ ഒരു ചെമ്പ് തകിടിരിപ്പുണ്ട്. അവിടെ രാജാവ് അവർക്ക് കൊടുത്ത പ്രൊട്ടക്ഷൻ എഴുതിയതിരിപ്പുണ്ട്. ഇവിടെ താമസിക്കുന്നതിനും വ്യാപാരം ചെയ്യുന്നതിനും. അതുകൊണ്ടാണ് യഹൂദൻ ഇവിടെ മാള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിന്റെ അടുക്കല നമ്മുടെ കരുണാകരന്റെ നിയോജക മണ്ഡലം. നിങ്ങൾക്കറിയാമോ, അവിടെ നിന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പ്രസംഗിച്ചത് എവിടെയാണെന്നറിയാമോ? യഹൂദന്റെ ശവകുടീരത്തിന്റെ അടുക്കൽ സ്റ്റേജ് കെട്ടി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആവേശം കൊണ്ട് ഞാൻ മതിമറന്ന് പ്രസംഗിച്ചു. എന്താ കാരണം എന്ന് പറയാം. ഈ മാള എന്ന വാക്ക് എബ്രായ വാക്കിൽ നിന്ന് വന്നതാ. മാ ഇല്ലാഹ, മൽഹക്ക് എന്ന് പറയുന്ന വാക്ക. എന്താ അതിന്റെ അർത്ഥം? എ പ്ലേസ് ഓഫ് റെഫ്യൂജ്, അഭയസ്ഥാനം. യഹൂദനെ ഉപദ്രവിക്കാത്ത സ്ഥലം, എ പ്ലേസ് ഓഫ് റെഫ്യൂജ്. ആ യഹൂദനെ ഉപദ്രവിക്കാത്ത സ്ഥലം, അവന് കൊടുത്ത അഭയസ്ഥാനം. ദൈവം അനുഗ്രഹിച്ചു ഈ സ്ഥലത്തെ. ദൈവം അനുഗ്രഹിച്ചു അമേരിക്കയെ. ദൈവത്തിന്റെ കരം നിങ്ങൾക്കറിയാം. ഒരു റഷ്യക്കാരെ അവിടെ മില്യൺസ് ഓഫ് യഹൂദനെ കൊന്നൊടുക്കി. അവർ ഭക്ഷണത്തിന് വേണ്ടി കരം നീട്ടി. നോക്കുക, ചരിത്രത്തിന്റെ പുറകിലൊരു ദൈവമുണ്ട്. എന്റെ ആലോചന നടക്കും. മനുഷ്യരുടെ ആലോചനകൾ, രാഷ്ട്രങ്ങളുടെ ആലോചന, അത് നിവർത്തിക്കപ്പെടില്ല എന്ന് പറഞ്ഞു. ഞാനും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ദൈവം കരുണ കാണിക്കാതെ കിടന്നു. എന്നാൽ ഇനി ഞാൻ പറയാം, ഈ ഉടമ്പടി ഉണ്ടല്ലോ, ഞാൻ ബൈബിളിൽ ശ്രദ്ധിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പറയാം. 2 പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചു, ദൈവം അവരോട് ചെയ്ത ഉടമ്പടി ഓർക്കുന്നതായിട്ട് 2 പ്രാവശ്യം. ഞാൻ 2 പ്രാവശ്യം ഒന്ന് പെട്ടെന്ന് എടുത്ത് നോക്കാം. പുറപ്പാട് പുസ്തകം ഒന്ന് എടുത്താട്ടെ. പുറപ്പാട് പുസ്തകം, അതിന്റെ പല വാക്യങ്ങൾ വായിക്കണം. പക്ഷേ ഞാൻ ഒരു വാക്യം വായിക്കാം. 6-ാം അധ്യായം 6-ാം അധ്യായം എടുക്കുമ്പോൾ ഈജിപ്തിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്നത് ദൈവം പറയുക. പക്ഷെ അതിന്റെ പുറകിലുള്ള ഒരു കാരണം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. 4-ാം വാക്യം വായിച്ചാട്ടെ. 4-ഉം 5-ഉം വാക്യം. കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. മിസ്രൈമ്യർ അടിമകളായിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞെരുക്കം ഞാൻ കേട്ട് എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു. നിങ്ങൾ കണ്ടത്, ഇസ്രായേൽ മക്കള് ഈജിപ്തിൽ അടിമകളായി കിടക്കുമ്പോൾ, ഫറവോന്റെ ചാട്ടകളുടെ അടികളേറ്റ് പിടയുമ്പോൾ അവർ കരഞ്ഞ ഞെരുക്കം സ്വർഗത്തിലെ ദൈവം കേട്ടപ്പോൾ ഒരു കാര്യം കൂടെ വായിക്കുന്നു, അവരോട് ചെയ്ത നിയമം ഞാൻ ഓർത്തു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രമാണം. വീണ്ടും 8-ാം വാക്യം, അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നിങ്ങൾ കൊണ്ടുപോയി അത് ഞാൻ നിങ്ങൾക്ക് അവകാശമായി കൊടുക്കും. നിങ്ങൾ ഓർക്കണം, ഈ അടിമകൾ രാജ്യത്തിന്റെ സമ്പത്താണ്, വിട്ടുകൊടുക്കില്ല. ഞാൻ ഈജിപ്തിൽ പലപ്പോഴും സന്ദർശിച്ചു. ഈജിപ്ഷ്യൻ ആ മ്യൂസിയം ഞാൻ പോയി കണ്ടു. എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അവിടെ പ്രത്യേകിച്ച് ഈ ഫറോമാരെ അടക്കിയതും ഈ പിരമിഡിന്റെ അകത്തുനിന്നെടുത്ത സാധനങ്ങൾ എക്സിബിറ്റ് ചെയ്ത ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്കറിയാം, ഈ പിരമിഡ് എന്ന് പറയുന്നത് ശവകുടീരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഗീസ പിരമിഡ് എന്ന് പറയുന്ന ഒരു പിരമിഡിന്റെ ചുവടെന്ന് പറഞ്ഞാല് 13 ഏക്കർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പിരമിഡിന്റെ ചുവട് 13 ഏക്കർ. ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒരെണ്ണമാണ്. ഈ പിരമിഡുകളിൽ നിന്ന് എടുത്ത് അവിടെ ഇരിപ്പുണ്ട്. ഈ ഫറോമാരെ മമ്മി പോലാക്കും.
ഉണക്കമീൻ എന്ന് പറയുന്ന പോലെ ആക്കും. ഞാൻ അങ്ങനെ മമ്മികളെ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് അടക്കുന്നത്. അവര് ആഫ്റ്റർ ലൈഫ്, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചവരാണ് ഇവര്. ഈ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ച ഇവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ആത്മാവ് തിരിച്ചു വന്ന് ഈ ശരീരത്തിൽ കയറുമ്പോൾ എല്ലാം മമ്മികളായിരിക്കുന്നു. ഏതാ ശരീരമെന്ന് ആത്മാവിന് തിരിച്ചറിയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അവിടെ അടക്കിയിരിക്കുന്ന ഫറവോന്റെ അതേ മുഖം സ്വർണത്തിൽ ഉണ്ടാക്കി ഈ പെട്ടിയുടെ പുറത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരെണ്ണം കണ്ടു. 13 കിലോഗ്രാം സ്വർണമാണ് ആ ഒരു മാസ്ക്. ഫറവോനെ അടക്കി ഒരു ശവപ്പെട്ടി അവിടെ ഉണ്ട്. 110 കിലോഗ്രാം സ്വർണം. അവരുടെ സമ്പത്ത് എന്താണ്? അവരുടെ ശക്തി എന്താണ്? അവർ ഈ അടിമകളെ വിടുവിക്കുമെന്നാണോ നിങ്ങൾ ഓർക്കുന്നത്? വിടത്തില്ല. എന്നാൽ എങ്ങനെ വിട്ടു? സ്വർഗത്തിലെ ദൈവം ആ നിയമം ഓർത്തപ്പോൾ ആ എംപയർ, ഈജിപ്ഷ്യൻ എംപയറിനെ തകർത്ത് കളഞ്ഞു. മധ്യപൂർവ്വദേശത്തിന്റെ ചരിത്രം മാറ്റി എഴുതി. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ ചോദിച്ചോട്ടെ, ഇവരെ അവിടെ കയറ്റാതിരിക്കാൻ മോവാബിനും മറ്റും ശ്രമിക്കുകയാണ്. സംഖ്യാപുസ്തകം 22 അധ്യായം വായിച്ചാൽ അറിയാം. വായിക്കേണ്ട നിവൃത്തിയില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവിടെ കള്ളപ്രവാചകനായ ബിലയാം വന്ന് ശപിക്കുവാൻ ശ്രമിക്കുന്നതും സാധിക്കാതെ വന്നപ്പോൾ ഒരു തന്ത്രം പറഞ്ഞു കൊടുത്ത് അവരിൽ 24,000 പേരെ ദൈവം കൊന്നൊടുക്കുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, ആർക്കും മനസ്സിലായില്ല. മധ്യപൂർവ്വദേശത്തിലെ രാജ്യങ്ങൾക്ക് മനസ്സിലായില്ല, മോവാബിയർക്ക് മനസ്സിലായില്ല, പ്രവാചകനായ ബിലയാമിന് മനസ്സിലായില്ല. പക്ഷെ ഒരാൾക്ക് മനസ്സിലായി, കഴുതയ്ക്ക് മനസ്സിലായി. ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ദൈവപുത്രനാണ്. വാൾ ഊരി പിടിച്ചുകൊണ്ട് ഈ ജനത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവരെ നയിച്ചുകൊണ്ട് ഈ ഉടമ്പടി ഓർത്തതിന്റെ ഫലമായി അവർക്ക് വാഗ്ദത്തം ദേശത്തിലേക്ക് അവരെ കൊണ്ടുവന്നത് ഈ കഴുതയ്ക്ക് മാത്രം മനസ്സിലായി. മറ്റാർക്കും മനസ്സിലായില്ല. അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരായ മോവാബ് രാജാക്കന്മാർക്കും പ്രവാചകന്മാരുടെ തലവനായ ഈ ബിലയാമിനും ഒന്നും മനസ്സിലായില്ല. കഴുതയ്ക്ക് മനസ്സിലായി. ഇന്നത്തെ കാലത്തോ എടുത്താട്ടെ ലേവ്യ പുസ്തകം, നമുക്ക് ഒരു നിമിഷം നോക്കാം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം. ഇന്ന് എന്താണ് ഒരു ഇസ്രായേൽ രാഷ്ട്രം? എന്തുകൊണ്ടാണ്? ലേവ്യ പുസ്തകം 26-ാം അധ്യായം എടുത്താട്ടെ, അതിന്റെ 41-ഉം 42-ഉം വാക്യം ഒന്ന് വായിക്കാം. യെസ്. ഞാൻ അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എന്റെ നിയമം ഓർക്കും. വായിച്ചോ. ഇസാക്കിനോടുള്ള എന്റെ നിയമവും അബ്രഹാമിനോടുള്ള എന്റെ നിയമവും ഞാൻ ഓർക്കും, ദേശത്തെയും ഞാൻ ഓർക്കും. നോക്കുക, അണ്ടർലൈൻ ചെയ്യുക. ഈജിപ്തിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചു വന്നപ്പോൾ ദൈവം ചെയ്ത നിയമം ഓർത്തു. He remembered the covenant and the history of the Middle East was changed. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ 2000 വർഷം ലോകത്തിൽ ഉഴന്നു നടക്കുകയായിരുന്നു ഈ യഹൂദന്മാർ. എനിക്ക് പല ഭാഗങ്ങൾ എടുത്ത് എടുക്കണമെന്നുണ്ട്. ഒറ്റ വാക്യം ഒന്ന് വായിച്ച സഹോദരന്മാരെ, ഒരു വാക്യം മതി. എനിക്ക് പല വാക്യങ്ങൾ നോട്ട് ചെയ്തു. ജെരമ്യ പ്രവചനം 17 തൊട്ട് 19 വരെ. സിസ്റ്റർ ഒന്ന് വായിച്ചേ. ജെരമ്യ 29 17 തൊട്ട് 19 വരെയുള്ള വാക്യം. യെസ്. അവരോട് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. അതേ സൈന്യങ്ങളുടെ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ അവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും അയച്ച് എത്രയും ആകാത്തതും തിന്നുകൂടാതെ വണ്ണം ചീത്തയുമായ അത്തിപ്പഴത്തിന് അവരെ സമമാക്കും. വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വേട്ടയാടി ഭൂതലത്തിലെ സകല രാജ്യങ്ങൾക്കും ഭയവും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ജാതികളുടെയും ഇടയിൽ ഒരു ശാപവാക്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും നിന്നയുമാക്കും. പ്രവാചകന്മാരായ ആ വാക്ക് നോക്കിയാട്ടെ. ഭൂതലത്തിൽ അവരെ ചിതറിച്ചു കളഞ്ഞിട്ട് ഞാൻ അവരെ പരിഹാസ വിഷയവും നിന്നയും, ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചാൽ, മറ്റു വാക്യങ്ങൾ വായിച്ചാൽ പഴഞ്ചൊല്ലാക്കി തീർക്കും. 2 ദിനവൃത്താന്തം 7:12 ഒക്കെ ഉണ്ട്. ശലോമോൻ ദേവാലയം പണിയുമ്പോൾ പറഞ്ഞു, ദൈവത്തെ നിങ്ങൾ അനുസരിക്കാതെ വന്നാൽ നിന്നെ ലോകത്തിൽ ഞാൻ ചെതറിച്ചിട്ട് നീ ഒരു പഴഞ്ചൊല്ലും പരിഹാസവും നിന്നയായി മാറും. 2000 വർഷം എന്താണ് ചരിത്രം? നിങ്ങൾ പലരും അറിയുന്നത് പോലെ ഈ യഹൂദന് ഒരു സ്റ്റിഗ്മയുണ്ട്. അവന് മണി ലെൻഡേഴ്സ്, നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ ബ്ലേഡുകാരാണ്. ഈ പണം പലിശ കൊടുക്കുന്നവർക്ക്, അമിത പലിശ മേടിക്കുന്നവരെ കുറിച്ച് ഇവിടെ കേരളത്തിൽ പറയാറുണ്ട്, അവൻ ബ്ലേഡ് ആണെന്ന് പറയും. ഇതേ സ്റ്റിഗ്മ യഹൂദനുണ്ട്. ദേ ആർ മണി ലെൻഡേഴ്സ്. അവരിൽ ഏറിയ പങ്കും അങ്ങനെയല്ല, അവരിൽ ബാങ്കേഴ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, ഷേക്സ്പിയർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, മെർച്ചന്റ് ഓഫ് വെനീസ്. ഷേക്സ്പിയർ എഴുതിയ പ്രസിദ്ധമായ മെർച്ചന്റ് ഓഫ് വെനീസിൽ അതിനകത്ത് യാതൊരു കരുണയുമില്ലാത്ത ഒരു കച്ചവടക്കാരൻ ഷൈലോക്ക് എന്ന് പറയുന്ന ഈ മെർച്ചന്റ് ഓഫ് വെനീസിലെ ഈ ദ്രവ്യം വ്യാപാരം ചെയ്യുന്ന മനുഷ്യൻ ആക്ച്വലി യഹൂദനാണ്. ഷൈലോക്ക് ലോകപ്രസിദ്ധമായ ആ ഗ്രന്ഥത്തിൽ അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. നീ ഒരു പരിഹാസമായി മാറും. ഞാൻ നിങ്ങളോട് പറയട്ടെ, അറബി ദേശത്ത് നിങ്ങൾ പോയാൽ, ഞാൻ 18 വർഷം അവരുടെ ഇടയിൽ പാർത്തു, അറബികളെ ഏറ്റവും വലിയ ചീത്ത വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങ് ദേഷ്യം വന്ന് ഒരു മനുഷ്യനെ വിളിക്കാവുന്ന ഏറ്റവും വലിയ ചീത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഹംബ യഹൂദി, യു ആർ എ ജൂ.
നീ ഒരു യഹൂദനാണെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലിയ ചീത്തയില്ല. ആഫ്രിക്കയിൽ ചെന്നാല് ആഫ്രിക്കയിൽ ഒരു പറച്ചിലുണ്ട്, ഒരു യഹൂദനെയും മൂർഖമാമിനെയും കണ്ടാൽ യഹൂദനെ തല്ലിക്കൊല്ലണം, മൂർഖമാമിനെ വിടണം. വേദോസ്വത്തിൽ എന്താ പറഞ്ഞത്? നീ ചിതറിപ്പോയ സകല ദേശത്തിലും നീ ഒരു ശാപവാക്യം, പഴഞ്ചൊല്ല്, കടങ്കഥയായി മാറും. 2000 വർഷം ഈ വിധത്തിൽ ഉഴന്നു നടന്ന ശേഷം എന്തിനാണ് ഇന്നവർ മടങ്ങി വന്നത്? ഇവിടെ നമ്മൾ എന്താ വായിച്ചത്? അവരുടെ പരിശീലനമില്ലാത്ത ഹൃദയം താഴുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാം ലോകമഹായുദ്ധം അതിന്റെ കെടുതി അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് കാണണമെങ്കിൽ അമേരിക്കയിൽ ജീവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, വാഷിംഗ്ടണിൽ ചെന്നാൽ ഹോളോകോസ്റ്റ് മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഉണ്ട്. ഞാൻ അമേരിക്കയിൽ വന്നപ്പോൾ കാണാൻ കൊതിച്ചൊരു സ്ഥലം അതാണ്. ഞാൻ അത് കണ്ടു. ഇസ്രായേലിലെ ഹോളോകോസ്റ്റ് മ്യൂസിയം കയറി കണ്ടു. നിങ്ങളൊന്ന് പോയി കണ്ടാൽ അതറിയാം. കരയാതെ, കണ്ണു നിറയാതെ ഇറങ്ങിപ്പോകാൻ ഒക്കത്തില്ല. അത്ര ഭീകരമായ കൊടും ക്രൂരത അവർ അനുഭവിച്ചു. ഗിനിപ്പിക്കുകളായി അവരുടെ കുഞ്ഞുങ്ങളെയും അവരെയും മരുന്ന് കുത്തി വെച്ചിട്ടിരിക്കുന്ന ചിത്രം കാണും. എന്റെ മനസ്സിൽ മായാത്തൊരു ചിത്രമുണ്ട്. ഒരമ്മ തലയുടെ പുറകിൽ ഒരു പട്ടാളക്കാരൻ വെടിവെക്കുമ്പോൾ 2ാം ലോകയുദ്ധകാലത്ത് അവിടെ കൊച്ചു കുഞ്ഞിനെ മാർവോട് ചേർത്ത് അവൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അവൾ വെടിയേറ്റ്, തലയുടെ പുറകിൽ വെടിയേറ്റ് ആ കുഞ്ഞിനെ മാർവോട് പിടിച്ചുകൊണ്ട് ആ വെടിയേറ്റ് കുഴിയിലേക്ക് വീഴുകയാണ്. കരഞ്ഞു പോകും കണ്ടാൽ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അവർക്ക് ശക്തിയില്ലാതെ പോയി, പ്രതികരിക്കാതെ പോയി. അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ അവർക്ക് കരയാൻ കണ്ണുനീരില്ല. അവരുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഭർത്താക്കന്മാർ എതിർത്തില്ല, അവർക്ക് ശക്തിയില്ല. ഇവിടെ വായിച്ചെന്താ? അവരുടെ പരിശീലനമില്ലാത്ത ഹൃദയം താണു. നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും മിരട്ടെന്ന് അവർ ആർത്തട്ടഹസിച്ചു. ആശ്ചര്യമായി ഹിറ്റ്ലർ കൊന്നത് 15 ലക്ഷം യഹൂദ കുഞ്ഞുങ്ങളെയാണ്. ഈ ഹോളോകോസ്റ്റ് മ്യൂസിയത്തിൽ കയറിയാൽ ഈ കുഞ്ഞുങ്ങളുടെ പടം കണ്ടാൽ നിങ്ങൾ അവിടെ നോക്കി നിൽക്കും. അത്ര സൗന്ദര്യമുള്ള ആ ഓമനത്വം തുളുമ്പുന്ന ആ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി 15 ലക്ഷം കുഞ്ഞുങ്ങളെ ഹിറ്റ്ലർ കൊന്നൊടുക്കി. 1.5 മില്യൺ. എന്റെ സൗരന്മാരെ, അവരുടെ പരിശീലനമില്ലാത്ത ഹൃദയം താണു. ഒരിക്കൽ ഫറവോന്റെ ചാട്ടവാറിന്റെ അടികൾ കേട്ടുപിടഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ കരച്ചിൽ കേട്ട് അവരോട് ചെയ്ത നിയമമോർത്ത് ദൈവത്തിന്റെ കരം അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. ഇവിടെ നോക്കുക, ഞാനും നിങ്ങൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ when we are living, ഈ 2ാം ലോകയുദ്ധകാലത്ത് നടന്നത്, അവരുടെ കണ്ണുനീര് നിലത്ത് വീണപ്പോൾ സ്വർഗത്തിലെ ദൈവം, ഇവിടെ വായിക്കുന്നു, അവരുടെ ദേശത്തെ ഞാൻ ഓർക്കും, അവരോട് ചെയ്ത നിയമം ഞാൻ ഓർക്കും. സ്വർഗത്തിലെ ദൈവം അവരെ മടക്കി കൊണ്ടുവരാൻ കരം നീട്ടി. ഒരു വാക്യം കൂടെ വായിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം എടുത്താട്ടെ. അതിന്റെ 11ഉം 12ഉം വാക്യം ഒന്ന് നോക്കിയാട്ടെ. അവിടെ ദൈവം പറയുന്ന വാക്ക് നോക്കിയാട്ടെ. അവിടെ നമ്മോടും പറയുന്നുണ്ട്, നമ്മോടും ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും ക്രൂസിൽ നിന്നും ഏലാമിൽ നിന്നും ശിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2ാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദായുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. അവിടെ നോക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് 2ാം പ്രാവശ്യം സ്വർഗത്തിലെ ദൈവം കൈനീട്ടുകയാണ്. എന്തിനു വേണ്ടി? ഭൂമിയുടെ 4 കോണിൽ നിന്നും അവരെ ഞാൻ മടക്കിക്കൊണ്ടുവരും. എന്നാൽ ഇവിടെ നോക്കുക, രാഷ്ട്രങ്ങളുടെ ജാതികൾക്ക്, ഞാനും നിങ്ങളും യഹൂദനല്ലാത്തവരാണ് ജാതികൾ. ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി. ഇംഗ്ലീഷിൽ വായിച്ചാൽ God has raised a banner for the nations. ഒരു ബൈബിളിൽ ഭാഷാന്തരത്തിൽ an ensign, a signal, അങ്ങനെയൊക്കെ ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. A signal for the nation, an ensign for the nation, a banner for the nations. ഇവരെ മടക്കി കൊണ്ടുവന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം കാണുവാൻ God has raised a banner. പല മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ, എന്റെ മീറ്റിങ്ങും പലയിടത്ത് ഒക്കെ നടക്കുമ്പോൾ ഞാൻ തന്നെ കാണാറുണ്ട്, ബാനറുകൾ കടത്തിയിട്ടുണ്ട്. ഇന്ന സമയത്ത് ഇവിടെ വെച്ച് മീറ്റിംഗ് ഉണ്ട്, പ്രവചന വിഷയത്തിന്റെ മീറ്റിംഗ് ഉണ്ട്, ബാനറുകൾ. ആളുകൾ കണ്ടിട്ട് അവിടെ മീറ്റിങ്ങിന് വരാനാണ്. പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, സ്വർഗത്തിലെ ദൈവം ഒരു ബാനർ കടത്തി. അവൻ 2ാം പ്രാവശ്യം കൈനീട്ടി. ആദ്യം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരാൻ കൈനീട്ടി. അവന്റെ കരം ബലത്തിന്റെ വല്ലഭത്വമാണ്. ആ ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവന്റെ കരം നീട്ടിയപ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നു 6-ാം അധ്യായത്തിൽ, എന്റെ ബലമുള്ള ഭുജം കൊണ്ട്, അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ള 1-ാം വാക്യത്തിൽ. 2ാം പ്രാവശ്യവും ദൈവം കൈനീട്ടി. പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, യെസെക്കേൽ പ്രവചനം 36-ാം അധ്യായം എന്തെടുത്താട്ടെ. യെസെക്കേൽ പ്രവചനം 36-ാമത്തെ അധ്യായം. അവിടെ നിങ്ങളൊരു പെൻസിലോ പേനയോ എടുത്ത് ഞാൻ പറയുന്നത് ഒരു ഹോംവർക്ക് ചെയ്താൽ നിങ്ങൾ അത്ഭുതപ്പെട്ട് നിങ്ങൾ കാണും. എന്തുവാ ആ ഹോംവർക്ക് ഞാൻ പറയാം. നിങ്ങൾ അവിടെ നോക്കിയാല് ഞാനൊരു കാര്യം പറയാം. 36-ാം അധ്യായം നിങ്ങൾ എടുത്തിട്ട് ഞാൻ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ 21 പ്രാവശ്യം ഈ 36-ാം അധ്യായത്തിൽ മാത്രം കാണാം. 21 പ്രാവശ്യം
എന്താണെന്നറിയാമോ? ഐ വിൽ ഞാൻ ചെയ്യുമെന്ന് 21 പ്രാവശ്യം ഈ 36-ാം അധ്യായത്തിലുണ്ട്. ആ 26 പ്രാവശ്യവും ദൈവം പറയുന്നത് യഹൂദനുള്ള ബന്ധത്തിൽ പറയുന്നതാണ്. യഹൂദനുള്ള ബന്ധത്തിൽ പറയുക. 21 പ്രാവശ്യവും പറയുന്നത് ദൈവം പറയുകയാണ്. ഒരു വാക്യം വായിക്കാം, അതിന്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. യെസ്, ഐ വിൽ ഡു ഇറ്റ്. ഞാൻ നിങ്ങളെ സകല ദേശത്തു നിന്നും ചിതറിക്കും. ദൈവമാണ് അവരെ ചിതറിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മടങ്ങി വന്ന യഹൂദൻ, ഇസ്രായേലിൽ പാർക്കുന്ന യഹൂദൻ എത്ര ദേശത്തുനിന്ന് വന്നതാണെന്ന് അറിയാമോ? 130 രാജ്യത്തു നിന്ന് വന്നതാണ്. 130 കൺട്രീസ്. ദൈവവചനം സത്യമാണ്, കൃത്യമാണ്. അത് അങ്ങനെ തന്നെ നിവർത്തിക്കപ്പെടും. ദൈവം പറഞ്ഞ പോലെ എന്റെ ആലോചന നടക്കും, മനുഷ്യന്റെ ആലോചനകൾ വൃഥാവാകും. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇവിടെ നമ്മൾ വായിച്ചതെന്താ? ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടും, സകല ദേശത്ത് നിന്ന് കൂട്ടും. 130 രാജ്യത്ത് നിന്ന് കൂട്ടി. ഇനിയും എന്റെ മുന്നിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം, 2015 യൂറോപ്പിൽ ഒരു പ്രശ്നമുണ്ടായി, റെഫ്യൂജി ക്രൈസിസ്. ലിബിയയിൽ നിന്നും ടുണീഷ്യയിൽ നിന്നും ഒക്കെ ബോട്ടുകളിൽ റെഫ്യൂജീസ് യൂറോപ്പിലോട്ട് കുടിയേറി. ഇവിടെ അറബ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തി വലിയ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായപ്പോൾ അഭയാർത്ഥികളായ കുട്ടികളും സ്ത്രീകളും കുടുംബങ്ങളും ബോട്ടുകളും മറ്റും കയറി യൂറോപ്പിലോട്ട് പോയി. അവരെയാണ് റെഫ്യൂജി ക്രൈസിസ് ഇൻ യൂറോപ്പ് 2015. അവരെ തിരിച്ചുവിടണമെന്നും സെറ്റിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രോബ്ലം ആയിരുന്നു. ഇതേ പ്രോബ്ലം ലോകം ഫേസ് ചെയ്തു, എസ്പെഷ്യലി യൂറോപ്പ്. യഹൂദൻ അഭയാർത്ഥികളായി നടക്കുകയാണ്, റെഫ്യൂജീസ്. സ്വന്തമായി വീടില്ല, അവനെ കൊന്നൊടുക്കുകയാണ്, അവൻ ഉപദ്രവിക്കപ്പെടുകയാണ്, അവനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പലരും ആവശ്യപ്പെട്ടു, ഇവർക്കൊരു സ്വാതന്ത്ര്യമായ സ്ഥലം കൊടുക്കണം. എന്റെ മുന്നിൽ ആ ലിസ്റ്റ് ഉണ്ട്, എനിക്ക് വായിക്കാൻ നിവൃത്തിയില്ല. 17 വ്യത്യസ്ത സ്ഥലങ്ങൾ ലോകം വെച്ച് നീട്ടി. ജനസംഖ്യ കുറവുള്ള 17 സ്ഥലം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അമേരിക്കയിലെ മിസിസിപ്പി മിസൗറി റിവറിന്റെ സ്ഥലം 1819 കൊടുത്തതാണ്, നീട്ടിയതാണ്. 1825 നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അടുക്കലുള്ള ഗ്രാൻഡ് ഐലൻഡ് ഇവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചതാണ്. ഓസ്ട്രേലിയയിലെ മെൽബൺ 1927 സജസ്റ്റ് ചെയ്തതാണ്. അവസാനം 46 വിയറ്റ്നാം സജസ്റ്റ് ചെയ്തതാണ്. 17 സ്ഥലങ്ങൾ ലോകം വെച്ച് നീട്ടി. എന്റെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ട്. സൈപ്രസ്, ബ്രസീലിലെ ഒരു സ്ഥലം, സൗത്ത് മെസപ്പൊട്ടോമിയ, ഇറാഖിലുള്ള സ്ഥലം, ഓസ്ട്രേലിയ മെൽബണ്, ഇങ്ങനെ അമേരിക്കയിലുള്ള പല സ്ഥലങ്ങള്, ജനസംഖ്യ കുറവുള്ള പ്രദേശം. അവര് കൊടുക്കാഞ്ഞൊരു സ്ഥലമുണ്ട്, അത് മധ്യപ്രദേശത്തിൽ ദൈവം കൊടുത്ത സ്ഥലം. ഈ ഉടമ്പടിയാൽ കൊടുത്ത സ്ഥലം കൊടുത്തില്ല. എന്താ അത് കൊടുക്കാഞ്ഞേ? അത് കൊടുക്കാഞ്ഞതിന്റെ കാരണം അവിടം മുസ്ലിം രാജ്യങ്ങൾ ഭരിക്കുന്ന സ്ഥലമാണ്. 23 മുസ്ലിം രാജ്യങ്ങളുടെ മധ്യത്തിൽ യഹൂദൻ അല്ലെങ്കിൽ ഓട്ടോമൻ എംപയർ ഭരിക്കുന്ന ആ സ്ഥലത്ത് യഹൂദൻ കുടിയേറിയാൽ ലോക സമാധാനത്തിന് അത് വെല്ലുവിളിയാണ്. അതുകൊണ്ട് അവിടെ വേണ്ട, മറ്റു സ്ഥലം കൊടുക്കാം. അതാണ് മനുഷ്യന്റെ ആലോചന. ദൈവത്തിന്റെ ആലോചന നിവർത്തിക്കപ്പെടുമെന്ന് വായിച്ചില്ലേ? ദൈവം എന്ത് ചെയ്തു? നിങ്ങളെ എന്റെ കരം നീട്ടി, നിങ്ങളെ ഈ ജാതികളിൽ നിന്ന് കൂട്ടി നിങ്ങൾക്ക് തന്ന സ്വന്തം ദേശത്ത് ഞാൻ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ഒരു ദൈവം, പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഞാൻ ഓർപ്പിച്ചു, ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം യഹൂദൻ മടക്കി ദൈവം കൊണ്ടുവന്നതാണ്. ഞാൻ ഓർപ്പിച്ചോട്ടെ, ഒന്നാമത് അവരെ കൊണ്ടുവന്നപ്പോൾ അത് മനസ്സിലാക്കാൻ ആകെപ്പാടെ കഴിഞ്ഞത് കഴുതയ്ക്കേ ഉള്ളൂ. ഇന്ന് ലോകത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു മനുഷ്യനിത്, ഒരു രാഷ്ട്രീയ നേതാവ് മനസ്സിലാക്കാതിരിക്കുമ്പോൾ പാവപ്പെട്ട ദൈവജനം അത് മനസ്സിലാക്കുന്നത്. ഞാനൊരു കാര്യം, നിങ്ങൾ അമേരിക്കയിൽ നിന്ന് അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. എന്തിനാണ് അമേരിക്കയിലുള്ള ഒരു സമൂഹം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാമോ എന്താ കാരണമെന്ന്? ബൈബിൾ വിശ്വസിക്കുന്ന വീണ്ടും ജനിച്ച ദൈവമക്കളിൽ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിലാണ്. ബൈബിൾ ബിലീവിംഗ് ബെൽറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവര് വേദപുസ്തകം വിശ്വസിക്കുന്നത് കൊണ്ടും വീണ്ടും ജനിച്ചവരായതുകൊണ്ടും അവർക്കത് മനസ്സിലാകുന്നു. ഈ കഴുതയെ പോലെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ദിസ് ഈസ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിലോട്ടൊന്ന് വന്ന് ആരറിയുന്നു? ക്രിസ്ത്യാനികള്, ഞാൻ പറയുമ്പോൾ ക്ഷമിക്കണമേ, കാത്തലിക്സ് ആർ അഗൈൻസ്റ്റ് ഇസ്രായേൽ. ദേ സ്റ്റാൻഡ് ഫോർ പലസ്തീനിയൻസ്. നിങ്ങളത് മനസ്സിലാക്കണം. ഇവരെ കൊന്നൊടുക്കിയതിന്റെ ഒരു കാരണം മാർട്ടിൻ ലൂതർ കൂടെയാണ്, ആ റിഫോർമേഷന്റെ പിതാവ് കൂടെയാണ്. ഞാനിപ്പോൾ ആ ചരിത്രത്തിൽ പോകുന്നില്ല. പക്ഷേ പാവപ്പെട്ട ദൈവജനം മനസ്സിലാക്കുന്നു. എന്നാൽ എന്റെ പ്രസംഗം തീരുന്നതിന് മുമ്പ് ഒരു ഭാഗം കൂടെ എടുത്തോട്ടെ. അത് പുതിയ നിയമത്തിൽ ഞാൻ എടുക്കുക. അധികം മനസ്സിലാക്കാത്ത ഒരു ഭാഗം എടുക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ എടുത്താട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ പത്രോസ് ചെയ്ത 2ാമത്തെ പ്രസംഗമാണ്. 1ാമത്തെ പ്രസംഗം നമുക്കറിയാം, അത് പത്രോസ് പ്രസംഗിച്ചത് പെന്തിക്കോസ് പെരുന്നാൾ, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2ാമത് പത്രോസ് ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിന്റെ 2ാം വരവിന്റെ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഞാൻ എടുക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1-ാം വാക്യം.
വായിച്ചു. യോഹന്നാനും 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ഭിക്ഷയാചിക്കാൻ ആ ദേവാലയത്തിന് മുന്നിൽ കൊണ്ട് ഇരുത്താൻ കൊണ്ടുവന്നിരിക്കുക. പത്രോസും യോഹന്നാനും അവനെ സുഖപ്പെടുത്തി. 11-ാം വാക്യം, അവൻ പത്രോസിനോടും യോഹന്നാനും ചേർന്ന് നിൽക്കുന്ന ജനം കണ്ട് വിസ്മയിച്ചു. പത്രോസ് ഈ സമയം ഉപയോഗിക്കുകയാണ്. 12-ാം വാക്യം നോക്കട്ടെ. പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്കിൽ മതി. ഇസ്രായേൽ പുരുഷന്മാരെ ആരോടാ സംസാരിക്കുന്നത്? യഹൂദനോട് സംസാരിക്കുകയാണ്. എക്സ്ക്ലൂസീവ്ലി ജൂയിഷ് പീപ്പിൾ. അവരോട് പറഞ്ഞു. 17-ാം വാക്യം തുടങ്ങി വായിച്ചാട്ടെ. നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. കർത്താവിന്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ഓ സഹോദരന്മാരെ, ആ വാക്യത്തിന്റെ അർത്ഥം ഒന്ന് ഗ്രഹിച്ചാട്ടെ. പത്രോസിന്റെ പ്രസംഗം ശ്രദ്ധിച്ചാട്ടെ. യഹൂദനോട് പറയുകയാണ്, മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക. ഒരു കാര്യം ഞാൻ പറഞ്ഞാല് വേണമെങ്കിൽ ഒരു ദിവസം എടുത്ത് ഞാൻ തെളിയിച്ചു തരാം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് പ്രസംഗിക്കാം. ഈ ആദിമ നൂറ്റാണ്ടിൽ ഏതാണ്ട് 300 വർഷം സഭയുടെ ചരിത്രം പഠിച്ചാൽ അവർ വിശ്വസിച്ചു അവർ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തു മടങ്ങി വരും. ഈ അപ്പോസ്തലന്മാരൊക്കെ വിശ്വസിച്ചതാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തു മടങ്ങി വരും. 300 വർഷം സഭ അങ്ങനെ വിശ്വസിച്ചു. യെസ്, അവർ കർത്താവിന് വേണ്ടി നോക്കിയിരുന്നു. ആ പത്രോസ് പ്രസംഗിക്കുകയാണ് ഈ യഹൂദന്മാരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക. എന്നാൽ എന്ത് സംഭവിക്കും? എന്നാൽ ആ വാക്ക് നോക്കുക. 19-ൽ കർത്താവിന്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലം വരികയും നിങ്ങൾക്ക് മുൻ നിയമിച്ച ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അവൻ വരുമെന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക, ദൈവം അവനെ മടക്കി അയക്കും. ഇനിയും പറയുന്ന രഹസ്യം നോക്കി. ദൈവം, നിങ്ങളുടെ ബൈബിളിലൊന്ന് അണ്ടർലൈൻ ചെയ്തുകൊണ്ട് കേട്ടോ, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാണ്. വിശുദ്ധ പത്രോസിന് അത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി. എന്താ അവിടെ പറയുന്നത്? യേശു ക്രിസ്തു എന്നുവരെ സ്വർഗത്തിൽ കാണും. ഈ പ്രവാചകന്മാർ പറഞ്ഞത് യഥാസ്ഥാനപ്പെടണം. There is a time, ഇംഗ്ലീഷിൽ വായിച്ചാൽ ടൈംസ് ഓഫ് റിസ്റ്റോറേഷൻ. പ്രവാചകന്മാർ പറഞ്ഞു, ഈ വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞു, യഹൂദൻ വീണ്ടും മടങ്ങി വരും, അവന്റെ സ്ഥലം അവൻ കൈവശപ്പെടും. ഈ യഥാസ്ഥാനം എന്ന് പറയുന്നത് യഹൂദനുള്ള ബന്ധത്തിലാണ്. ദേശമില്ലാതെ 2000 വർഷം അവൻ ഉടന്നു നടന്നു. അവൻ പഴിഞ്ചൊല്ലും, അവൻ ശാപവാക്യവും, അവനൊരു പ്രോവാബുമായി ലോകത്തിൽ കിടക്കുകയാണ്. അവന് മടങ്ങി വരാൻ അസാധ്യമാണ്. അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോയില്ല. എന്നാൽ അവിടെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയായിരുന്നു. ദൈവം അവരോട് ചെയ്ത ഉടമ്പടി ഓർത്തേണ്ട ഫലമായി, അവന്റെ കരം നീട്ടിയതിന്റെ ഫലമായി 130 രാജ്യത്ത് നിന്ന് അവരെ മടക്കി കൊണ്ടുവരുമ്പോൾ the time of restoration started. Brothers and sisters, you and me are living in a time where we are seeing the restoration. ഞാനും നിങ്ങളും ഈ restoration നടക്കുന്നത് വരെ സ്വർഗം അവനെ കൈകൊള്ളും. In otherwise, he will be in heaven. അവൻ സ്വർഗത്തിൽ എന്ന് പറയുന്നുണ്ട്. ഇത് നടക്കുന്നത് വരെ അവൻ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവനെ അയക്കും. ഇതാ നമ്മള് യെശയ്യാ 11-ൽ വായിച്ചത്. ദൈവം ജാതികൾക്ക്, രാഷ്ട്രങ്ങൾക്ക് ഒരു കൊടി ഉയർത്തി കഴിഞ്ഞു. ആ ബാനറിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ പുത്രൻ മടങ്ങി വരാറായി, സഭയുടെ പണി തീരാറായി. ഈ പ്രഭാതം നിങ്ങൾ സന്ധ്യയാണ്. ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, സഭയുടെ പണി തീരുകയാണ്. ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ 102-ാം സങ്കീർത്തനം ഒന്ന് എടുത്താട്ടെ. കഴിഞ്ഞ ദിവസം ധ്യാനിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. 102-ാം സങ്കീർത്തനം, ആ ഭാഗത്ത് നിന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയുമ്പോഴത്തേക്ക് എന്റെ സമയം ഏതാണ്ട് തീരും. അവൻ കൃപ കാണിക്കില്ല എന്ന് പറഞ്ഞു. ഇത് വായിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് വായിക്കാമേ. ഇവിടെ 102-ാം സങ്കീർത്തനം വിരൽ വെക്കുക. എന്നിട്ട് ജെരമ്യാവ് 17-ന്റെ 13 വായിച്ചിട്ടാട്ടെ. ജെരമ്യാ പ്രവചനം 17-ന്റെ 13-ാമത്തെ വാക്യം. ജെരമ്യാ പ്രവചനം 17-ന്റെ 13. യെസ്, ഞങ്ങളുടെ ഇസ്രായേലിന്റെ പ്രത്യാശ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. അവർ ജീവനുള്ള ദൈവത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. യഹോവേ, അതിന്റെ വീണ്ടും 18-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നോക്കട്ടെ. 18-ന്റെ 17-ാമത്തെ വാക്യം. യെസ്, കിഴക്കൻ കാറ്റുകൊണ്ടെന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുൻപിൽ ചിതറിച്ചു കളയും. അവരുടെ അനർത്ഥ ദിവസത്തിൽ ഞാൻ അവർക്ക് എന്റെ മുഖമല്ല പുറമത്രേ കാണിക്കും. യെസ്, ഞാൻ അവരോട് യാതൊരു കരുണയും കാണിക്കത്തില്ല, അവരോട് കൃപ കാണിക്കത്തില്ല. എന്റെ പുത്രനെ ക്രൂശിക്കുമ്പോൾ അവർ ആർത്തട്ടഹസിച്ചു. അവന്റെ രക്തത്തെ ആ സ്വർഗത്തിലെ ദൈവം അവനെ കാറ്റുകൊണ്ട് ചിതറിച്ചു കളഞ്ഞു.
എന്നാൽ 102 സങ്കീർത്തനം നമുക്ക് എടുക്കാം. കൃപ കാണിക്കില്ല എന്ന് പറഞ്ഞ ദൈവം 102 സങ്കീർത്തനത്തിന്റെ അതിന്റെ 13 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. എഴുന്നേറ്റ് സീയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കാനുള്ള കാലം, അതെ അതിന് സമയം വന്നിരിക്കുന്നു. എന്റെ സഹോദരന്മാരെ, ദ സെറ്റ് ടൈം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രത്യേക സമയം, അവരോട് കൃപ കാണിക്കാനുള്ള കാലം. എ ടൈം ഹസ് കം. എന്ത് സംഭവിക്കും? 14 വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അരിവും തോന്നുന്നു. നിങ്ങൾ ഇസ്രായേലിൽ ചെന്നാൽ കാണാം, വിലാപ മതിലിന്റെ ആ കല്ലുകളെ അവർ ചുംബിച്ച് തലയിട്ടിരിക്കുന്ന കാണാൻ കഴിയും. അവര് 2000 വർഷം ലോകത്തിന് 4 കോണിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, മുഖം അങ്ങോട്ട് തിരിച്ച്. അടുത്ത വർഷം യെരുശലേമിൽ സാധിച്ചില്ല. എന്നാൽ നീ അവളോട് കൃപ കാണിക്കുന്ന ദിവസം, നിന്റെ സെറ്റായി, നിന്റെ പ്രത്യേക സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്ത് സംഭവിക്കും? അവളുടെ ദാസന്മാർക്ക് കല്ലുകളോട് താല്പര്യം, പൂഴിയോട് അരിവ് തോന്നും. 15 വാക്യം കൂടെ വായിച്ചേ സിസ്റ്റർ. തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും. എന്റെ സഹോദരന്മാരെ, നിങ്ങളത് നോട്ട് ചെയ്തോ. When the Lord shall build up Zion, ഇടിഞ്ഞു കിടന്ന, തകർന്നു കിടന്ന, മരുഭൂമി പോലെ കിടന്ന, ഒരു കെട്ടിടമില്ലാതെ കിടന്ന ഇസ്രായേൽ വീണ്ടും പണിയാൻ തുടങ്ങി. ഞാൻ ഈ ഭാഗത്തുനിന്ന് ഒരു കാര്യം കൂടെ പറയണം, അല്ലെങ്കിൽ വേറൊരു വാക്യം ഞാൻ എടുത്ത് വായിച്ചേനെ. ജെരമ്യാവ് 31:28 വാക്യം നോക്കിയാട്ടെ. ദൈവം പറയുന്ന വാക്ക്, as I was watching over them to pluck them up and to destroy, I will build them and will plant them. അങ്ങനെയല്ലേ? 31:28 ജെരമ്യാവ്. ഞാനവരെ പറിച്ചു കളയുവാനും മുടിച്ചു കളയുവാനും ജാഗ്രഹിക്കുകയായിരുന്നു. ഇല്ലേ? 31:28 അങ്ങനെയല്ലേ? അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുന്നത് പോലെ പണിവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 2000 വർഷം അവരെ നശിപ്പിച്ചു കളയുവാൻ ദൈവം ആഗ്രഹിച്ചു. അവരെ ശിക്ഷിക്കുകയായിരുന്നു. അവന്റെ പുത്രന്റെ ചോര അവരുടെ മേൽ വരികയായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം അവരെ പണിയാനായിട്ട് തുടങ്ങി. When the Lord shall build up Zion, he will appear in his glory. ഈ 102 സംഖ്യ നമ്മൾ വായിച്ചു. ഇത് പറഞ്ഞിട്ട് ഉടനെ 19 വാക്യം, വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കുക. വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കും. മതി. വരുവാനുള്ള തലമുറ. ഞാൻ ആ വാക്യത്തിന്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിച്ചു. എബ്രായ ഭാഷയിൽ ലഡോർഹ അചാരോൻ, ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവസാനത്തെ തലമുറ എന്ന ഭാഷാന്തരം ചെയ്യാം. അവസാനത്തെ തലമുറയ്ക്ക് വേണ്ടി അത് എഴുതി വെക്കുക. സൗന്മാരെ, എന്റെ വാക്ക് നിർത്താൻ സമയമായി. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിലും പറയേണ്ടത് ദൈവം എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഈ രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു വാക്യം കൂടെ വായിക്കാം. ജെരമ്യാ പ്രവചനം 31:10 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ജെരമ്യാ പ്രവചനം 31:10. ദൈവം എനിക്കും നിങ്ങൾക്കും ഒരു ഡ്യൂട്ടി തന്നിട്ടുണ്ട്. ആ ഡ്യൂട്ടിയോടെ ഒന്ന് വായിച്ചിട്ട് നിർത്തും. വചനം കേൾപ്പിൻ, ദൂരങ്ങളിൽ അതിനെ പ്രസ്താവിപ്പിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്ത് ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കുമെന്ന് പറയുവിൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. എന്താ വിളിച്ചു പറയേണ്ടത്? ഇസ്രായേലിനെ ചിതറിച്ചവനാണ് അവനെ കൂട്ടി വരുത്തിയത്. See the hand of God. ദൈവത്തിന്റെ കരം കാണുക. ഇസ്രായേൽ, ഞാൻ ഓർപ്പിച്ച പോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെട്ട പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ട ശേഷം ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവം ഇവരുടെ മടങ്ങിവരവാണ്. നടക്കില്ല എന്ന് ലോകം മുദ്രകുത്തി. നടക്കില്ല, ഒരിക്കലും സാധിക്കില്ല. ഈ ക്രിസ്ത്യാനികൾ പോലും പറഞ്ഞു ഇത് നടക്കില്ല, അതുകൊണ്ട് അവർക്കുള്ള അനുഗ്രഹം നമുക്കുള്ളതാണെന്ന് പറഞ്ഞ് റീപ്ലേസ്മെന്റ് തിയോളജി ക്രിസ്ത്യാനികളുടെ ഇടയിൽ വന്നു. എന്റെ ആലോചന നടക്കും, ജാതികളുടെ ആലോചനകൾ നടക്കില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചന നടക്കുമ്പോൾ, അവന്റെ കരത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തീർത്ത് മനസ്സിലാക്കിക്കോ, ഉൽപ്രാവണം എപ്പോൾ വേണേലും നടക്കും. യഹോവ സിയോനെ പണിയുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നത് മഹത്വ പ്രത്യക്ഷതയാണ്. എന്നാൽ അതിന് 7 വർഷം മുമ്പ് കാഹളം ധ്വനി കേട്ട് ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. എങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, ഞാനും നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ സമയം അതിക്രമിച്ചില്ലേ? അതിക്രമിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും ദൈവസഭയോട് ഒന്ന് പോകും. ഒരുങ്ങാം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അറിയില്ല സഹോദരന്മാരെ, നിങ്ങളൊരു പക്ഷേ അടുക്കളയിലായിരിക്കാം, നിങ്ങളൊരു പക്ഷേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം, സഹോദരന്മാരെ നിങ്ങളുടെ ഓഫീസിലായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ ഉറങ്ങുകയായിരിക്കാം, നിങ്ങൾ അറിയില്ല. കണ്ണു വെക്കുന്നതിനിടയിൽ നിങ്ങൾ പോകും, ഇവിടെ നിന്ന് പോകും. ദൈവവചനം സത്യമാണ്, കൃത്യമാണത്. വചനങ്ങൾ നമ്മൾ കണ്ടു, അത് നടന്നേ സാധിക്കൂ. അവൻ അടുക്കലാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഇനിയും നിങ്ങൾക്കൊരു അവസരം കിട്ടുമോ എന്നറിയില്ല. തീരുമാനമെടുത്തുകൊള്ളുക. അവന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് നാളെ
രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. കർത്താവ് മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാം നിമിഷം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാം നിമിഷം. കാഹളധ്വനിങ്കൽ ചടുചടെ ഉയർത്തിയിടും തിരുമുഖം കാൺമാൻ. ചടുചടെ ഉയർത്തിയിടും തിരുമുഖം കാൺമാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം